US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയിൽ നാളെ റിയാദിൽ നടക്കുന്ന അറബ് US ഉച്ചകോടിയിൽ ഗസ വെടിനിർത്തലിന് ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തും. സൗദിക്ക് ശേഷം ഖത്തറിലെത്തുന്ന ട്രംപ് വെടിനിർത്തൽ ചർച്ചകളുടെ പുരോഗതി വിലയിരുത്തും. ചർച്ചയ്ക്കായി ഇസ്രായേൽ പ്രതിനിധികളും ദോഹയിലെത്തും. ഹമാസുമായി ചർച്ചയാവശ്യപ്പെട്ട് ബന്ദികളുടെ കുടുംബത്തിന്റെ പ്രതിനിധികളും ഖത്തറിലെത്തുന്നുണ്ട്. ഇന്ത്യൻ സമയം 6:30 ട്രംപ് മാധ്യമങ്ങളെ കണ്ടേക്കും. ട്രംപിന്റെ സന്ദർശനം നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഏക ഇന്ത്യൻ ചാനലാണ് മീഡിയ വൺ. വിവരങ്ങളുമായി സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, ഇന്നിപ്പോൾ ട്രംപ് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത ഉണ്ടോ? ചർച്ച നടക്കുകയായിരുന്നു, ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെയാണ് നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നത്? ഗസ വിഷയത്തിൽ തീരുമാനമുണ്ടാകുമോ? ഗസ വിഷയത്തിൽ അല്പം മുമ്പ് ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ ദോഹയിൽ വെച്ച് ഇന്നത്തെ സൗദി സന്ദർശനത്തിന് ശേഷം നാളെ ട്രംപ് ഉച്ചയ്ക്ക് ശേഷം ദോഹയിലേക്ക് തിരിക്കുന്നുണ്ട്. ഖത്തറിൽ വെച്ചുകൊണ്ട് ഗസയിലുള്ള ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളുടെ കുടുംബവുമായി ട്രംപ് സംസാരിക്കുന്നുള്ളതാണ് അല്പസമയം മുമ്പ് ലഭ്യമായ വിവരം. ഈ ഒരു സംഭാഷണത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് US-ന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ആണ്. അദ്ദേഹവും ഒപ്പം തന്നെ ഇസ്രായേലിന്റെ ചില നയതന്ത്ര ഉദ്യോഗസ്ഥരും ബന്ദി കുടുംബങ്ങളുടെ പ്രതിനിധികളും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്യും. പക്ഷേ അല്പം മുമ്പ് നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത് ഏത് തരത്തിലുള്ള നീക്കുപോക്കുകൾ നടന്നാലും ഹമാസിനെതിരായ ആക്രമണത്തിൽ നിന്ന് അല്ലെങ്കിൽ അറ്റാക്കിൽ നിന്ന് പിറകോട്ട് പോകില്ല, അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നുള്ള പ്രതികരണം അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിഷയം തന്നെയാണ് ഇന്നത്തെ ഗൾഫ് മീറ്റിംഗിൽ ഉൾപ്പെടെ പ്രധാനമായും ചർച്ചയാവുന്നത്. കാരണം വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തണമെന്ന് ട്രംപ് ആഗ്രഹിച്ചിട്ട് പോലും അതിലേക്ക് എത്താത്തൊരു സ്ഥിതിയുണ്ട്. സാധാരണ രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് US പ്രസിഡന്റുമാർ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഗസ യുദ്ധത്തിന് ശേഷം വരുന്ന എല്ലാ പ്രസിഡന്റുമാരും ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം ഇസ്രായേൽ കൂടി സന്ദർശിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം ഇത്തവണ സന്ദർശിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണവും നെതന്യാഹുവുമായുള്ള ഈ അഭിപ്രായ ഭിന്നതയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും നാളെയും നടക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളുമായുള്ള മീറ്റിംഗിൽ ഗസ വിഷയം വീണ്ടും സജീവ ചർച്ചയാകും. പ്രത്യേകിച്ച് ഗസയിലെ വെടിനിർത്തൽ നടക്കാതെ ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര നീക്കത്തിലേക്ക് സൗദി ഉൾപ്പെടെയുള്ള അവശേഷിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നീങ്ങാനാകില്ല. അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലെ അദ്ദേഹത്തിന്റെ വ്യാപാര വാണിജ്യ താല്പര്യങ്ങളുമെല്ലാം സംരക്ഷിക്കണമെങ്കിൽ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇസ്രായേലുമായി ബന്ധം കൂടിയേ തീരൂ. പക്ഷേ അതിന് സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്ന ഉപാധി ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ളതാണ്. എന്നാൽ ഫലസ്തീൻ എന്ന രാഷ്ട്രം മാത്രമല്ല, ഫലസ്തീനു വേണ്ടി നിലവിലുള്ള അതോറിറ്റിക്ക് പോലും ഗസയുടെ തുടർഭരണം നൽകാൻ നെതന്യാഹു തയ്യാറല്ല. കൂടുതൽ അഗ്രസീവായ, കൂടുതൽ കർക്കശമായ ഭരണത്തിലേക്ക് പോകുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ നീക്കത്തിലേക്ക് പോകുമെന്നുള്ളതാണ് നെതന്യാഹു ഇന്നും ആവർത്തിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലമാണ് നിലവിലുള്ള. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഒരു പക്ഷേ ഇന്നും നാളെയും നടക്കാനുള്ള സാധ്യത കുറവാണ്. അതേസമയം ഗൾഫ് രാഷ്ട്രങ്ങൾ അവരുടെ സമ്മർദ്ദം വലിയ തോതിൽ ട്രംപിന് മേൽ ഈ വെടിനിർത്തലിന് വേണ്ടി തുടരുമെന്നുള്ളതാണ് ഈ നമുക്ക് നൽകാനുള്ള വിവരം. ഇന്ന് ഒരു 10 മിനിറ്റിനകം ഇവിടെ ഗൾഫ് US ഒപ്പം തന്നെ സൗദി ഉച്ചകോടി, അതായത് നിക്ഷേപ സംഗമം നടക്കുന്നുണ്ട്. ആ സംഗമത്തിന് ശേഷം ട്രംപ് മാധ്യമങ്ങളെ കണ്ടേക്കും, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള, ഗസയുമായി ബന്ധപ്പെട്ടുള്ള ഒപ്പം തന്നെ സൗദിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഒരു പക്ഷേ ഇതിലൊരു കൃത്യമായ ധാരണ എന്താകും ഇനി സംഭവിക്കുക എന്നുള്ള വിഷയത്തിൽ ഒരു പക്ഷേ ഒരു കൃത്യമായ ചിത്രം നമുക്ക് നൽകാനായേക്കും. ശരി.